ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ന്യൂനപക്ഷമാണ്. ഈ 50:50 ആക്കാൻ പറ്റും. അല്ലാണ്ട് ഒരാൾക്ക് 80 മറ്റൊരാൾക്ക് 20. അതിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത് നമ്മളിവിടെ കണക്കാക്കുമ്പോൾ സാധാരണ ഈ ലാറ്റിൻ ഒഴികെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മുന്നോട്ട സമുദായമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നായർ ക്രിസ്ത്യാനി അതായത് ലാറ്റിൻ ഒഴികെയുള്ള എല്ലാ ക്രിസ്ത്യാനികളും മുന്നോക്ക കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അതിന് ഈ പറഞ്ഞ ലാറ്റിൻ ഒഴികെയുള്ള ക്രിസ്ത്യൻ പ്ലസ് അതായത് ഈ ന്യൂനപക്ഷം എന്നുള്ളത് ആരുടെ ഔദാര്യമില്ല, കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഇതാണ്, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ന്യൂനപക്ഷമാണ്, സീറോ മലബാർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ന്യൂനപക്ഷമല്ലേ. ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് ചോദിക്കണം, ഔദാര്യല്ല പറയുന്നത്. ആ ന്യൂനപക്ഷ അവകാശങ്ങൾ ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾക്ക് ഭരണഘടന തന്നിട്ടുള്ള അവകാശമാണ്. അതൊരു കോൺഗ്രസിനോ ഒരു കമ്മ്യൂണിസ്റ്റിനോ ഒന്നും നിർത്തലാക്കാതില്ല, ഭരണഘടനയുള്ളതാണ്. എന്നിട്ട് ഇത് എങ്ങനെയാണ് 80% മുഴുവനും ആ ന്യൂനപക്ഷങ്ങൾക്കുള്ളത് മുസ്ലിങ്ങൾക്കും 20% മാത്രം നിങ്ങളുടെ നക്കാവച്ചായിട്ട് ഞങ്ങൾക്ക് അതല്ലല്ലോ. ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടനയിലുള്ളതല്ലേ. അപ്പൊ പിന്നെ എന്താ നിങ്ങൾ മുസ്ലിമിന്റെ ഇതിനോട് ഒരു സൈഡ് പിടിക്കുന്നത്? എന്നിട്ട് ഞങ്ങൾക്ക് 20 തരുള്ളൂ എന്ന് പറയുന്നത്? ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ സമുദായം ഇവിടെ ഇല്ലാണ്ടാവുക, ഞങ്ങളുടെ കുട്ടികൾ വല്ലവരും ഇപ്പൊ ഇവിടെ ഉണ്ടാ ഒക്കെ നാട് വിട്ട് പോവുക. ഞങ്ങളുടെ സമുദായം ഇവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക, ക്രിസ്ത്യൻ സമുദായം ഇവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. എന്താണ് അതിനുള്ള കാരണം? നിങ്ങൾ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാര് ക്രിസ്ത്യാനികളുടെ കൂടെ നിൽക്കുന്നില്ല. ഞങ്ങളുടെ കുട്ടികളൊക്കെ ഓരോ സ്ഥലത്തേക്കും പോകുന്നു, ഞങ്ങളുടെ വീടുകളിലൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളുടെ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി ആരും നിലനിൽക്കുന്നു. പണ്ട് അച്ഛനുള്ള സമയത്ത് ക്രിസ്ത്യൻ സമുദായത്തിന് തൃശ്ശൂരിന് പ്രത്യേകിച്ച് കുണ്ടുകുളം പിതാവ് ഒന്ന് പറഞ്ഞ അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നടക്കും. ഇപ്പൊ വിദ്യാഭ്യാസ നയം ഞങ്ങളുടെ ഓരോ സ്ഥാപനങ്ങൾ അങ്ങോട്ട് തുടങ്ങണം. ഇപ്പൊ ഈ കോളേജ് സ്കൂളുകളിലൊക്കെ വെക്കണമെങ്കിൽ ഒരെണ്ണത്തിന് പള്ളി വെച്ച ഒരെണ്ണം ഗവൺമെന്റ് വെക്കുന്നതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്, എയ്ഡഡ് സ്കൂളുകൾ. അപ്പൊ അതൊക്കെ ഞങ്ങൾ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് മണ്ണ് എന്താ പറയാ പിടിയിൽ പിടിച്ചിട്ടൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സ്കൂള്, ആ സ്കൂളിന്റെ നന്നായി കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരെണ്ണം ഗവൺമെന്റ് കൊടുക്കണം. മെഡിക്കൽ കോളേജ് ഇപ്പൊ എന്തായി? മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ -7 മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തത്. എന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജൊക്കെ പണിത് എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഗവൺമെന്റാണ് സീറ്റ് കൊടുക്കുന്നത്. അപ്പൊ എന്താ കാര്യം? അപ്പൊ ഞങ്ങളുടെ -7 പോയി, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോയി. അപ്പൊ അങ്ങനത്തെ നയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തുടങ്ങണ സമയത്ത് ഞങ്ങൾ വേണം, അത് കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ വേണ്ട, ക്രിസ്ത്യാനികൾ വേണ്ട എന്നുള്ളൊരു നിലപാട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിലും വിശ്വാസമില്ലാത്തവരായി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കണം. ഇങ്ങോട്ട് ഒരു പറയട്ടെ, അങ്ങോട്ടും കിടക്കണം. ഇതിപ്പോ ആരും വന്നാലും ഞാൻ പറയട്ടോ, BJP വന്ന BJPയോട് പറയും, കമ്മ്യൂണിസ്റ്റ് വന്ന കമ്മ്യൂണിസ്റ്റോട് പറയും, കോൺഗ്രസ് വന്ന കോൺഗ്രസ് പറയാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പൊ അല്ല ആര് വരുമ്പോഴും നമ്മൾ പറയും. അപ്പൊ മുരളി സാറിനെയൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, അച്ഛൻ്റെ ഒരു പാരമ്പര്യമുള്ള ഒരാളായതുകൊണ്ടും നല്ലൊരു നേതാവായതുകൊണ്ടും അതിനൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. പാർട്ടി നല്ലതാണ്, പക്ഷെ പാർട്ടിയുടെ നിലപാടില് ചിലതില് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലപാടെടുക്കണം. അത് പറ്റുമെങ്കിൽ വോട്ട്, പറ്റില്ലെങ്കിൽ വോട്ടില്ല, അതന്നെ പരിപാടി. ഓക്കെ, അപ്പൊ അത് പറയണം, ഇതാണ് കൃത്യമായിട്ട് പറയാം. അല്ലല്ല വോട്ടില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ എന്നെ വിളിക്കൂ എന്നൊരു വാക്കിൽ പറഞ്ഞാൽ മതി, പറയും. അതിനായിട്ട് വരുമ്പോ നമ്മുടെ പ്രശ്നം വരുമ്പോ അതിന് ഇടപെടും. അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് വരുന്നില്ലെങ്കിൽ ഞങ്ങൾ വിളിക്കും, നേരിട്ട് വിളിക്കും. ഓരോ സാറിന് ഞാൻ വിളിക്കും, ഞാൻ നമ്പർ എഴുതി വെക്കും. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വിളിച്ചാൽ ഫാദർ ഒരു വിളി എന്നെ വിളിക്കൂ എന്ന് പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ പ്രശ്നം വരുമ്പോൾ ഞാൻ വിളിക്കൂട്ടാ. ഞങ്ങളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര വോട്ട് ചെയ്യുന്നതാ, ഇത്ര വോട്ട് ഇവിടെ ഒരു 10,000-2,000 ആൾക്കാരുടെ വോട്ടുണ്ട്. അപ്പൊ ഇത്രയും വോട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഇവിടെ വരണ്ടേ? അല്ലാണ്ട് വരുന്നത് നിങ്ങൾ അവിടെ കൂടി പോയിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങൾക്കിപ്പോ ഞങ്ങളോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയക്കാരെ ഞങ്ങൾക്ക് വേണ്ടോ? ഏത് രാഷ്ട്രീയമായാലും. ഇപ്പൊ അതായത് ഓരോ മതത്തിൽ ഞങ്ങൾ ഇപ്പൊ വളരെ വർഗീയമായിട്ട് തീവ്രമായിട്ടൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മറ്റൊരു തീവ്രവാദമാണ് ആ മുസ്ലിങ്ങളുടെ. അപ്പൊ ആ തീവ്രവാദത്തിനാണ് ഇപ്പോൾ ശക്തി കൂടുതൽ. അവർ കരി വെച്ചിട്ട് വില പേശുന്നുണ്ട്, ഞങ്ങൾ വില പേശാൻ വരുന്നില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് ആർക്കും കയറാന്നുള്ള ഒരു നിലപാട് നിങ്ങൾ ആദ്യമേ മാറ്റണം. നമ്പർ പറയും, സാറ് നമ്പർ പറയും. 9013 9013 997 185. ഇത് വാട്സാപ്പ് നമ്പർ. എന്തെങ്കിലും കാരണവശാൽ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ മെസ്സേജ്. വെരി ഗുഡ്. അപ്പൊ ഇത് മതി. ഇനി അപ്പൊ അങ്ങനെയാണെന്ന് നന്നായിട്ട് അവിടെ പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവിടെ ഫൈറ്റ് ചെയ്യുമ്പോ ഞങ്ങള് മറ്റോടത്തേക്കാണല്ലോ നമ്മളിപ്പോ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അവിടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ഇവര് ഞങ്ങളുടെ ആൾക്കാരും ആയി തുറക്കണില്ല. അതായത് ആർച്ച് ബിഷപ്പ് അടക്കം ആയി തുറക്കണില്ല, പേടിച്ചിട്ടാ ED റേറ്റ്. ഇത് ഞങ്ങൾക്ക് ആരും പേടിക്കില്ല. പറയട്ടെ, അതെ വായ തുറക്കണം, വായ തുറന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. അതായത് ഞങ്ങളുടെ അവിടെയുള്ള മിഷണറിമാർ ഞങ്ങളുടെ കൂടെ
മറ്റേ മണിപ്പൂരാണ് ആദ്യം രാഹുൽ ഗാന്ധി അവിടെ പോയില്ലേ? രാഹുൽ ഗാന്ധി പോയി. മണിപ്പൂരിനെതിരെ ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, മോദിക്കെതിരെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, അത്യാവശ്യം ഞാൻ പറഞ്ഞു. അതായത് ഇവിടെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും ഒരു തുല്യ അവകാശമാണ്. ആ തുല്യാവകാശം ഇവിടെ ഉറപ്പാക്കണം. ഞങ്ങളുടെ ആളുകളെ തെരഞ്ഞെടുത്ത് പീഡിപ്പിച്ചിട്ട് കൊല്ലാനൊന്നും അവിടെ ആർക്കും അധികാരം തന്നിട്ടില്ല. ഞങ്ങൾ വേറെ ലോകത്ത് വന്നവരാണ്. ഞങ്ങൾ ഇവിടെ ജനിച്ചതാണ്, ഞങ്ങളുടെ പാപ്പന്മാരൊക്കെ ഇവിടെ ജനിച്ചതാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരുടെയാണ്. വോട്ടിന്റെ സമയത്ത് മാത്രമല്ല തുല്യത, എന്നും തുല്യതയുണ്ട്, തുല്യ പൗരനാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിക്കെതിരെ വല്ലതും വരുമ്പോ അതിന് കൂടെ ഞങ്ങളുടെ സംഘുറപ്പായിട്ട് അപ്പൊ അങ്ങനെ നല്ലൊരു MP ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ സ്വരം അവിടെ കേൾക്കണം. അല്ല അത് ഭയങ്കര പറഞ്ഞ പോലെ സ്ട്രോങ് ആണെന്ന് മാത്രമല്ല, എനിക്ക് നല്ല ഇഷ്ടമാണ് മുരളി സാറിനെ അല്ലെങ്കിൽ കരുണാകരനെയൊക്കെ. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ടേ ഇപ്പൊ നമുക്ക് ആരും ഇല്ലാത്ത രീതിയിലായിട്ട്